വയനാട്ടിലെ ജനങ്ങൾ അങ്ങേയറ്റം സഹികെട്ടാണെന്ന് തോന്നുന്നു. അന്ന് ഒരു പശുവിൻ്റെ ജഡവുമൊക്കെ ജനം ഈ ഫോറസ്റ്റുകാരുടെ വണ്ടിയുടെ മുകളിൽ കെട്ടിവെച്ചു. അവർ ആ മൃതദേഹവുമായി വലിയ നേരം പുൽപ്പള്ളിയിൽ പ്രതിഷേധിച്ചു. അതിന് നേരെ പോലീസിൻ്റെ ലാത്തിച്ചാർജ് ഉണ്ടായിട്ട് പോലും അവർ പിരിഞ്ഞു പോകാതെ അങ്ങനെ കാളക്കുട്ടിയെ കെട്ടിവെച്ചിട്ട് ഒരാൾക്കൂട്ടം പ്രതിഷേധിക്കുമ്പം ശരിക്കും ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർ നിസ്സഹായരായി പോകുന്നുള്ളതല്ലാതെ വകുപ്പിലെ ഈ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് അവർ താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥരാണ്. അവർക്ക് പ്രത്യേകിച്ച് നയപരമായ തീരുമാനങ്ങൾ എടുക്കാനോ നടപ്പിലാക്കാനോ ഒന്നും സാധിക്കില്ല. വകുപ്പിൽ സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങൾ നടപ്പാക്കേണ്ടുന്ന സാഹചര്യങ്ങളിൽ നടപ്പാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഉത്തരവാദിത്തങ്ങൾ അവർക്കില്ല. അപ്പോൾ ഇത് മുകളിലാണ് ചെയ്യേണ്ടത്. താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥരെ അവിടെ തടഞ്ഞു വെക്കുകയും കാളക്കുട്ടിയുടെ ജഡം കെട്ടിവെക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണപരമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതേസമയം ഈ പ്രതിഷേധം അതറിയാൻ സാധിക്കും. മാധ്യമങ്ങൾ അത്രയും വലിയൊരു ശ്രദ്ധ അതിന് കൊടുക്കുകയും കൂടെ ചെയ്യുന്നുള്ളതുണ്ട്. പക്ഷേ ഈ പ്രതിഷേധം വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. ഈ കഴിഞ്ഞൊരു വർഷം തന്നെ എത്രയോ പേരാണ് കൊല്ലപ്പെട്ടത്, എത്രയോ വിളകളാണ് നശിപ്പിക്കപ്പെട്ടത്, എത്ര ചെലവാണ് സർക്കാരിനും ഉണ്ടായത്. കൃഷിയൊക്കെ നട്ടുവെച്ചിരിക്കുന്ന വിളകളൊക്കെ നശിപ്പിക്കപ്പെടുമ്പോൾ കർഷകരുടെ എത്ര കരച്ചിലുകളാണ് അവിടുന്ന് പൊന്തി വന്നത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇതിന് വേണ്ടുന്ന ത്വരിതമായിട്ടുള്ള പറഞ്ഞ പോലെ ഒരു നഷ്ടപരിഹാരം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു താൽക്കാലിക ജോലി കൊടുത്തൊരു ആശ്വാസം പ്രഖ്യാപിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ നടപടികളോടെ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരം ഇതിന് കാണാൻ സാധിച്ചില്ല എന്നുള്ള പ്രശ്നം ഇപ്പോഴും നിൽക്കുകയാണ്. നമ്മളിത് മുമ്പും TMG തന്നെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ സംഭവമായി ഓരോ ദിവസവും ഈ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് വിരസതയുണ്ട് എന്നതുപോലെ ആവർത്തിച്ച് ഇത്തരം അനുഭവം നേരിടുമ്പം അവരെത്രത്തോളം വിരസതയല്ല, നിരന്തരമായി അവരത് അനുഭവിക്കുന്നു, അതിൻ്റെ പങ്കപ്പാടുകൾ ദുരിതങ്ങൾ അവരനുഭവിക്കുന്നു എന്നുള്ളത് നമുക്കത് മനസ്സിലാകുന്നു. അതെ, ഓരോ സംഭവങ്ങളും സത്യത്തിൽ ആ വനത്തോടെ ചേർന്ന് അല്ലെങ്കിൽ വയനാട്ടിൽ താമസിക്കുന്ന മനുഷ്യരുടെ പ്രതീക്ഷകളെയാണ് കെടുത്തി കളയുന്നതെന്ന് തോന്നുന്നു. കാരണം വയനാട്ടിൽ പ്രതീക്ഷകളെ കെടുത്തുന്നുള്ളതിനപ്പുറത്ത് നിരാശയിലാകും. അവരടുത്ത ദിവസം ജീവിച്ചിരിക്കുമോ എന്നൊരു ചോദ്യം അവരെറിയുന്നുണ്ട്. ഈ വാർത്തകളിലൊക്കെ കാണാം. നമുക്ക് ഈ വളരെ രാവിലെ തന്നെ ഉണർന്ന് പല ജോലികളും ചെയ്യുന്നവരാണ് വയനാട്ടുകാർ. ഈ പശുവിനെ കറക്കുക അല്ലെങ്കിൽ പുല്ലിറക്കുക, അങ്ങനെ പല ജോലികളും വളരെ രാവിലെ ഇറങ്ങി ചെയ്ത് പതിയെ ജോലികൾ അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടിൽ കണ്ടു, 9 മണിക്കൊക്കെ ശേഷമാണ് ക്ഷീരസംഘങ്ങളിലേക്കൊക്കെ ഈ പശുവിനെ കറന്ന് പാലൊക്കെ കൊടുക്കുന്നത്. അതുപോലെ ആളുകൾ കൂട്ടം കൂടി, അതുപോലെ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഒക്കെ ആരുടെയെങ്കിലും ഒരാളുടെ നേതൃത്വത്തിലായിരിക്കും. കാരണം മുതിർന്ന ഒരാളുടെ നേതൃത്വം. അതിപ്പോൾ അങ്ങനെയല്ലേ സാധാരണ ചെയ്യുന്നതെന്ന് ചോദിക്കും. ആ ഒരർത്ഥത്തിലല്ല അതിനെ എടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും വന്യജീവികൾ എന്തോ നമ്മളെ പിന്തുടരുന്നു. ഇനി മുതിർന്ന ഒരാളിൻ്റെ സുരക്ഷിതത്വത്തിലാണ് കുട്ടികളെ. ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട്, ചുമ ഒക്കെയാണ്. അങ്ങനെ ഒരു സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ പോലും കടുവ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ചിതറി ഓടുക. ഇയാളുടെ കയ്യിൽ എന്ത് ആയുധമായിരിക്കും ഉണ്ടാകുക പരമാവധി? ഇനി ആയുധം ഉണ്ടെങ്കിൽ തന്നെ കടുവ നേരെ വന്ന് മുന്നിൽപ്പെട്ടാൽ ആ കടുവ രണ്ടും കൽപ്പിച്ചാണെങ്കിൽ ഇദ്ദേഹം രണ്ടും കൽപ്പിച്ചാൽ എന്ത് സാധിക്കും? എത്രമാത്രം കാര്യങ്ങൾ പ്രതിരോധിക്കാൻ പറ്റും? അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും ഒരു ധൈര്യം, ഒരു വിപത്തി ധൈര്യത്തിന് സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റുമോ കുട്ടികൾക്ക്? ഈ പറഞ്ഞ പോലെ ക്ഷീരസംഘങ്ങൾക്ക് പാലളക്കാൻ പോകാതിരിക്കാൻ പറ്റുമോ? അവർക്ക് അവരുടെ കന്നുകാലികളെ വളർത്താതിരിക്കാൻ പറ്റുമോ? പുല്ലെറുക്കാൻ പോകേണ്ടതില്ലേ? സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന നാട്ടിലെ ഉദ്യോഗസ്ഥരില്ലേ? അതുപോലെ മറ്റ് വീടുകളിലോ അല്ലെങ്കിൽ കുടുംബശ്രീയുടെ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങൾക്കോ അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. അവർക്ക് എല്ലാ മനുഷ്യർക്കും എല്ലായിടത്തും പോകേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രത്യേകിച്ച് ആയുധം, ഒരു തോക്കോ അല്ലെങ്കിൽ കടുവയോ അല്ലെങ്കിൽ കാട്ടാനയോ നേരിടാൻ പറ്റുന്ന, അതിന് സഫീഷ്യൻ്റ് പര്യാപ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു ആയുധം ഇല്ലാതെ കുറച്ച് കുട്ടികളെ നയിച്ചുകൊണ്ട് ഒരു മുതിർന്ന മനുഷ്യൻ പോയാലും എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് ഒരു ചോദ്യമുണ്ട്. പിന്നെ ഒരു ധൈര്യം ഉണ്ടല്ലോ ഒരാൾ എന്നൊരു ധൈര്യം മാത്രം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.